എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ AMCS FNCK BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 15-ാം തീയതി വരെ ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. ഇതുവരെ ഈ ഒരു AMCS FNCK വഴി അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ അപേക്ഷ ഈ ഒരു സമയത്തിനുള്ളിൽ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അപേക്ഷ നൽകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപേക്ഷ കൺഫേം ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ അപേക്ഷയിലെ എല്ലാ വിവരങ്ങളും കറക്റ്റാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു PNC MAC BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനവും നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള അലോട്ട്മെൻറ്റുള്ള അപേക്ഷകളും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 15-ാം തീയതി വരെ നൽകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂൾ എപ്പോഴാണ് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എപ്പോഴാണ് ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഷെഡ്യൂൾ, അതായത് ഏത് സമയത്താണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, ഏത് സമയത്താണ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുക എന്നിങ്ങനെയൊക്കെ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ എപ്പോഴാണ് എഡിറ്റിംഗ്, അതുപോലെ എപ്പോഴാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് 1200 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് നിങ്ങൾ ഫോൺ കറക്റ്റായിട്ട് പിടിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഓരോ ആക്ടിവിറ്റീസിൻ്റെയും ഡേറ്റ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ഈ ഒരു 15-ാം തീയതിയാണ്, അതായത് ജൂലൈ 15-ാം തീയതിയാണ്. അതുപോലെ നിങ്ങളുടെ പ്രൊഫഷണൽ ലിസ്റ്റ്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷനിൽ വല്ല റിമാർക്സ് ഉണ്ടെങ്കിൽ അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത് 22-ാം തീയതിയാണ്, അത് ജൂലൈ 22-നാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കറക്ഷൻ ചെയ്യാനും 22 മുതൽ 24-ാം തീയതി വരെ നിങ്ങൾക്ക് സമയമുണ്ടായിരിക്കും. അതായത് ഏത് വിധത്തിലുള്ള തെറ്റുകൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ ഉണ്ടെങ്കിൽ അത് തിരുത്താവുന്നതാണ്. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങളുടെ, അതായത് പബ്ലിക്കേഷൻ ഓഫ് ഓപ്പൺ ആൻഡ് കാറ്റഗറി വൈസ് റാങ്ക് ലിസ്റ്റ്, അതായത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ജൂലൈ 27-നും അതുപോലെ ഫസ്റ്റ് ഓൺലൈൻ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 29-ാം തീയതിയാണ്, ജൂലൈ 29-ന്. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ 25,000 രൂപയാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റായിട്ട്, അതായത് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് അടക്കേണ്ടത്. ടോക്കൺ ഫീ പേയ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ആദ്യ വർഷം അടക്കേണ്ട ഫീസിൻ്റെ ഒരു നിശ്ചിത ഭാഗമാണ് ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫീസ് നിങ്ങൾ അടച്ച ശേഷം നിങ്ങൾക്ക് പിന്നീട്, അതായത് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ആഫ്റ്റർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇതേ രീതിയിൽ ഈ ഒരു 29-ാം തീയതി തന്നെയായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അതായത് 29-ാം തീയതി മുതലാണ് നിങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് 31-ാം തീയതിയാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റും. അതുപോലെ തന്നെ ഈ ഒരു കോളേജുകൾ, അതായത് കോളേജ് കോഴ്സ് ഓപ്ഷനുകൾ റീ അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ഈ ഒരു ജൂലൈ 31-ാം തീയതി വരെയാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾ, അതായത് ആരൊക്കെയാണ് ഈ ഒരു ജോയിനിങ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നോൺ ജോയിനിങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എന്നിങ്ങനെയുള്ള ലിസ്റ്റാണ് ഈ ഒരു ജൂലൈ അല്ല ഓഗസ്റ്റ് 1-ാം തീയതി പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം സെക്കൻഡ് ഓൺലൈൻ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു 2-ാം തീയതിയാണ്, അതായത് ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. അതിനുശേഷം ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനും അതുപോലെ കോളേജ് ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാനുമുള്ള സൗകര്യം ഉണ്ടാവുക ഈ ഒരു 2-ാം തീയതി മുതലാണ്. അപ്പോൾ 2-ാം തീയതി മുതൽ, അതായത് ഓഗസ്റ്റ് 2-ാം തീയതി മുതലാണ്. അപ്പോൾ അതിനുശേഷം ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനും അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഉള്ള ഓപ്ഷൻസ്, അതായത് കോളേജ് ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാനുമുള്ള സൗകര്യം ഈ ഒരു ഓഗസ്റ്റ് 6-ാം തീയതി വരെ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ അതിനുശേഷം ഈ ഒരു ജോയിൻ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റ്, അതായത് ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ ആണ് ആ ഒരു സീറ്റ് അവർക്ക് കൺഫേം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവരുടെ ലിസ്റ്റും അതുപോലെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികളുടെ ലിസ്റ്റും ഈ ഒരു ഓഗസ്റ്റ് 7-നാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ അതിനുശേഷം പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ഓഗസ്റ്റ് 8-ാം തീയതിയും. അതിനുശേഷം ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ നേടുന്നതിനായിട്ടുള്ള അവസരം, അതുപോലെ തന്നെ ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുന്നത് ഈ ഒരു 8-ാം തീയതി തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കോളേജ് ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാനുമുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓഗസ്റ്റ് 12-ാം തീയതി വരെ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻ്റ് ഒക്കെ ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ഡേറ്റ്, അതായത് 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് നിങ്ങൾ ബാക്കി ഫീസും അതുപോലെ തന്നെ ഈ ഒരു, അതായത് ബാക്കി ഫീസ് എന്ന് പറയുമ്പോൾ 1,13,000 ഉള്ള ബാക്കി ഫീസ് ഉണ്ടാവും. അത് നിങ്ങൾ 25,000 കുറച്ചുള്ള ബാക്കി ഫീസ്, അപ്പോൾ ആ ഒരു ഫീസും എടുത്തുകൊണ്ട് നിങ്ങൾ, അതുപോലെ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻ്റ് എടുത്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു AMCS FNCKയുടെ ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 8-ാം തീയതിയാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക്, അതായത് ഓഗസ്റ്റ്
8-ാം തീയതി മുതൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോളേജുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റ്, അതായത് അഡ്മിഷന് ഹാജരാവേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഓഗസ്റ്റ് 12-ാം തീയതിയാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു പബ്ലിഷിംഗ് ദ നോൺ ജോയിനിങ് ഡേറ്റ്, അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും കോളേജിൽ ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളെയും ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ഓഗസ്റ്റ് 13-ാം തീയതിയാണ്. അതിനുശേഷം വേക്കൻസി അനുസരിച്ച് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ്, അതായത് വേക്കൻസി അനുസരിച്ചിട്ടായിരിക്കും പിന്നീടുള്ള അലോട്ട്മെൻറ്റ് നടപടികളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതാണ് നിലവിൽ വന്നിട്ടുള്ള ഈ ഒരു AIMSS FNCKയുടെ അലോട്ട്മെൻറ്റ് ഷെഡ്യൂള്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.